ഇത്തവണ തൃശ്ശൂർ പിടിക്കും, കട്ടായമാണ്. അതിനുള്ള എല്ലാ പരിപാടികളും സുരേഷ് ഏട്ടൻ തൃശ്ശൂർ തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും അവസാനത്തേതാണ് ഇന്ന് ലൂർദ് പള്ളിയിൽ നൽകിയ സ്വർണ്ണ കിരീടം. കഴിഞ്ഞ പെരുന്നാളിന് പള്ളി സന്ദർശിച്ചപ്പോൾ അന്നേ മനസ്സിൽ കരുതിയതാണ് ഈ സ്വർണ്ണ കിരീടത്തെക്കുറിച്ച്. പിന്നീട് നേരെ സ്വർണ്ണപ്പണിക്കാരനെ വിളിക്കുന്നു, കിരീടത്തിന് ഓർഡറും കൊടുക്കുന്നു. ഇന്ന് ഭാര്യയുമായി പള്ളിയിലെത്തി ആ കിരീടവും സമർപ്പിച്ചു. വ്യക്തമായ രാഷ്ട്രീയ അജണ്ട. പക്ഷേ ഇന്നലെ KCBC BJPയുടെ ഈ പൊള്ളത്തരം വലിച്ചു കീറിയത് സുരേഷ് ഏട്ടൻ അറിഞ്ഞു കാണില്ല. അത്രയും വെടുപ്പായിട്ടായിരുന്നു ദീപിക ദിനപത്രത്തിൽ KCBC തുറന്നടിച്ചത്. അതായത് BJPയുടെ വ്യക്തമായ പൊള്ളത്തരവും കപടവും ഈ ക്രൈസ്തവ സ്നേഹവുമെല്ലാം തന്നെ ഇന്നലെ ദീപിക ദിനപത്രത്തിൽ തുറന്നടിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത്തവണയെങ്കിലും തൃശ്ശൂർ പിടിക്കാൻ അജണ്ടകൾ ഏറെയായിരുന്നു. അതിൽ ആദ്യത്തേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയതാണ്. അതിനു മുൻപേ ക്രൈസ്തവ ഭവന സന്ദർശനം കേരളത്തിൽ വ്യാപകമായി നടത്തിയതാണ്. അതിനുശേഷം ഇപ്പോൾ മകളുടെ വിവാഹം ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്നാണ് എല്ലാവരും ധരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് BJPയുടെ കേരള ഘടകം നൽകിയ പണിയാണ് എന്നുള്ളതായിരുന്നു ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തൽ. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് എന്ന അവസ്ഥയിലാണ്. എന്തുതന്നെയായാലും ഇതിപ്പോൾ പുതിയ പണിയുമായാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. ലൂർദ് പള്ളിയിൽ, അതായത് ലൂർദ് പള്ളിയിൽ കിരീടം സമർപ്പിക്കുക എന്ന് പറയുന്നത് ആ ഒരു കൂട്ടം തൃശ്ശൂർ എന്ന സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തൃശ്ശൂർ എന്ന് പറയുന്ന നഗരത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഈ ലൂർദ് പള്ളിയെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ക്രൈസ്തവരുടെ ജനസാന്ദ്രത കൂടുതലാണ്. അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ലക്ഷ്യവും. സുരേഷ് ഗോപിയുടെ മാത്രം ലക്ഷ്യമല്ല, അത് തന്നെയാണ് BJPയുടെ ലക്ഷ്യവും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ BJP കേരളത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് തിരുവനന്തപുരവും. തൃശ്ശൂർ എന്ത് തന്നെയാണെങ്കിലും സുരേഷ് ഗോപി പിടിക്കുമെന്ന് കട്ടായം തന്നെയാണ് എന്ന നിലയിലാണ് BJPയുടെ നിലവിലെ അവസ്ഥ. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃപ്രയാർ ക്ഷേത്ര സന്ദർശനവും ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനമെല്ലാം തന്നെ അതിന് ആക്കം കൂട്ടുന്നുമുണ്ട്. അതായത് വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയാണ് BJP ഇത്തവണ കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല എങ്ങനെയായിരുന്നു BJP വോട്ട് ശേഖരണത്തിന് അഥവാ വോട്ട് ധ്രുവീകരണത്തിന് ആധാരമാക്കിയത്, അതേ മെത്തേഡ് തന്നെയാണ്, അല്ലെങ്കിൽ അതേ സ്ട്രാറ്റജി തന്നെയാണ് BJP ഇത്തവണയും കേരളത്തിൽ ഉപയോഗിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തവണത്തെ BJPയുടെ അജണ്ട എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രവും തൃപ്രയാർ ക്ഷേത്രവും തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP വ്യക്തമാക്കിയതാണ് BJPയുടെ ഇത്തവണത്തെ അജണ്ട എന്താണെന്ന്. അതായത് ക്രൈസ്തവ വോട്ട് ശേഖരണവും ധ്രുവീകരണവും ഉണ്ടാകുമെന്ന് BJP പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുണ്ട്. MT രമേശും K സുരേന്ദ്രനും അടങ്ങുന്ന ഒരു വാർത്താ സമ്മേളനം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടത്തുകയും ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രൈസ്തവ ഭവന സന്ദർശനം ഉണ്ടാകുകയും വോട്ട് ശേഖരണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇതെന്നും MT രമേശ് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തോട് അനുബന്ധിച്ച് ഇതേ തരത്തിലുള്ള ഒരു ക്രൈസ്തവ വോട്ട് ധ്രുവീകരണം ഉണ്ടായിരുന്നതായും ആ ക്രൈസ്തവ വോട്ട് ധ്രുവീകരണത്തിന്റെ തുടർച്ച തന്നെയാണ് ഇത്തവണയും നടപ്പാക്കുന്നതെന്നും BJP തുറന്നടിച്ചതുമാണ്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ദിനങ്ങളിൽ നടത്തിയ ക്രൈസ്തവ വിരുന്ന് സൽക്കാരമെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു സജി ചെറിയാനും വീണ ജോർജും എത്തിയിട്ടുണ്ടായിരുന്നത്. മണിപ്പൂർ വിഷയം മറക്കരുത്, അത് അത്തരത്തിൽ മറന്നു കളയാൻ സാധിക്കുന്ന സാഹചര്യമല്ല നിലവിലുള്ളതെന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഇരുവരും എത്തിയ സാഹചര്യത്തിൽ അവർക്കെതിരെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വരികയും വലിയ വിവാദമാവുകയും ചെയ്തതാണ്. തുടർന്ന് സജി ചെറിയാന്റെ വാക്കുകൾ പോലും അദ്ദേഹം പിൻവലിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായതാണ്. പക്ഷേ അതിനെല്ലാം ശേഷം ഈ സംഭവത്തോട് അനുബന്ധിച്ച് അന്ന് ബിഷപ്പുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തങ്ങൾ ആരുടെ കൂടെ വിരുന്ന് സൽക്കാരം നടത്തണം, അല്ലെങ്കിൽ തങ്ങൾ ആരുടെ കൂടെ സൽക്കാരത്തിൽ പങ്കുചേരണം എന്ന് തീരുമാനിക്കുന്നതും, അതുപോലെ തന്നെ തങ്ങൾ ആ സാഹചര്യത്തിൽ എന്താണ് സംസാരിക്കേണ്ടത് തീരുമാനിക്കേണ്ടതും, അല്ലെങ്കിൽ തങ്ങൾ മണിപ്പൂർ വിഷയം എപ്പോൾ സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നതെല്ലാം തന്നെ തങ്ങൾ തന്നെയാണ്, അത് മറ്റാരുമല്ല എന്നുള്ള തരത്തിലുള്ള വിശദീകരണമായിരുന്നു അന്ന് ബിഷപ്പുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതേ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് KCBCയുടെ ഭാഗത്തു നിന്നും ഒരു ലേഖനം ദീപിക ദിനപത്രത്തിൽ വരികയും വ്യക്തമായി തന്നെ എന്തായിരുന്നു മണിപ്പൂർ രാഷ്ട്രീയമെന്നും എന്താണ് ബിൽക്കിസ് ബാനോ കേസിൽ BJPയുടെ അജണ്ട എന്നും BJP എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നെല്ലാം തന്നെ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു ലേഖനം വരുന്നത്. മാത്രമല്ല ക്രൈസ്തവരെ ഒരു കൈകൊണ്ട് തലോടുകയും മറ്റു കൈകൊണ്ട് തള്ളിക്കളയുകയും ചെയ്യുന്ന BJPയുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ദീപിക ദിനപത്രത്തിൽ വന്ന ലേഖനം എന്ന് പറയുന്നത്. മാത്രമല്ല അതേസമയം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം 17-ാം തീയതി ജനുവരി 17-ാം തീയതി ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് നടക്കാനിരിക്കുന്ന വിവാഹവും വലിയ തരത്തിൽ തന്നെ BJPക്ക് തിരിച്ചടിയാവുകയാണ്. വിശ്വാസത്തെ സംരക്ഷിക്കേണ്ട BJP തന്നെ ഒരുപാട് വിശ്വാസികളുടെ സ്വപ്നങ്ങളെ തകർക്കുകയാണ് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളെല്ലാം BJPക്ക് എതിരായിട്ട് ഇപ്പോൾ നിലവിൽ
വ്യാപിക്കുകയാണ്. മാത്രമല്ല സുരേഷ് ഗോപിക്ക് എതിരെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്താനായിട്ട് മറ്റ് 24 പെൺകുട്ടികളുടെ വിവാഹം മാറ്റിവെക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അവരുടെ എല്ലാം ശാപം സുരേഷ് ഗോപിയുടെ മകളുടെ മേൽ വീഴുമെന്നുള്ള തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളെല്ലാം നടക്കുന്നതെല്ലാം തന്നെ വലിയ രീതിയിലെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ താൻ പെട്ടുപോയി, തനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, താൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു പോയി എന്നുള്ള തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുള്ള അവസ്ഥയെല്ലാം തന്നെ പുറത്തു വന്നതുമാണ്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം 19ാമത്തെ അടവുമായി വീണ്ടും ലൂർദ് പള്ളിയിലെത്തുന്നത്. ലൂർദ് പള്ളിയിലെത്തുകയും സ്വർണ്ണ കിരീടം മാതാവിന് സമർപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇത് വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. BJP രാജ്യത്ത് ഉടനീളം നടത്തുന്ന ക്രൈസ്തവ വോട്ട് ശേഖരണത്തിന്റെ, ക്രൈസ്തവ വോട്ട് ധ്രുവീകരണത്തിന്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഇന്ന് ലൂർദ് പള്ളിയിൽ അരങ്ങേറിയ ആ കിരീടധാരണ ചടങ്ങ് എന്ന് പറയുന്നത്. അത് വ്യക്തമായ BJPയുടെ അജണ്ട തന്നെ തുറന്നു കാണിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കയ്യിലെ അടവുകളെല്ലാം പയറ്റി തെളിഞ്ഞുകൊണ്ട് ഇപ്പോൾ 19ാമത്തെ അടവുമായാണ് സുരേഷ് ഗോപി ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾക്കും നമ്മൾ സാക്ഷികളാകേണ്ടി വരും.